നമസ്കാരം. ഈ സാങ്കേതിക വിദ്യകളും പുതിയ ആശയങ്ങളും എപ്പോഴും നമ്മളൊരു സ്ഥലത്ത് കേൾക്കുമ്പോൾ അത് പരീക്ഷിച്ച് അടുത്ത സ്ഥലത്തേക്ക് അത് എത്തുന്നത് അങ്ങനെയാണ്. അതിങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമറിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആ പുതിയ കാലമൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ കോപ്പിറൈറ്റും ഒരാശയത്തിന് പേറ്റൻറ്റും ഒക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് അതിന് ഒരുപാട് നിയന്ത്രണം വന്നു തുടങ്ങി. വ്യവസായ വിപ്ലവത്തോടെ ഈ പുതിയ ആശയങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ചിലവ് വന്നു തുടങ്ങി. പക്ഷേ ആ ആശയത്തിൻ്റെ കോപ്പിയടിക്കലിലൂടെയാണ് ലോകം മുഴുവൻ സാങ്കേതികവിദ്യ വളർന്നതെന്നാണ് പറയുന്നത്. യൂറോപ്പിലുണ്ടായ വ്യവസായ വിപ്ലവത്തെ തുടർന്നുണ്ടായ കാര്യങ്ങൾ അമേരിക്ക കോപ്പിയടിച്ചു, അമേരിക്കയിലുള്ള കാര്യങ്ങൾ ജപ്പാൻ കോപ്പിയടിച്ചു, ജപ്പാനിൽ വികസിച്ച സാങ്കേതികവിദ്യ കൊറിയ കോപ്പിയടിച്ചു, കൊറിയയിൽ നിന്ന് തൈവാൻ കോപ്പിയടിച്ചു, തൈവാനിൽ നിന്ന് ഇപ്പോൾ ചൈന കോപ്പിയടിക്കുന്നു, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ചൈനീസ് ഫോണുകളൊക്കെ എത്ര വില കുറഞ്ഞ് വരുന്നു എന്നുള്ളത്. കാരണം ഇതിൻ്റെ പല സാങ്കേതികവിദ്യ വികസനത്തിനുള്ള പേറ്റൻറ്റും കാര്യങ്ങളുമൊക്കെ ഉള്ളത് അത്രയധികം പൈസ ചിലവാക്കി ചെയ്യാത്തത് കൊണ്ടുകൂടെയാണ് അതങ്ങനെ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനൊരു സാങ്കേതികവിദ്യ ഇപ്പോൾ കോപ്പി ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ സാങ്കേതികവിദ്യ കോപ്പി ചെയ്തത് ഫലവത്തായില്ലെന്ന് മാത്രമല്ല തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ ആശയങ്ങൾ കോപ്പി അടിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു തോന്നൽ വരുന്നത്. അതുകൊണ്ട് ഞാനത് നിങ്ങളോടുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. നമ്മളൊരു പുതിയ ആശയം കേട്ട് നടപ്പിലാക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആ ചെയ്ത ആളിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ കഴിയുന്നിടത്തോളം നോക്കണം. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വലിയ അബദ്ധങ്ങൾ പറ്റും. ഞാൻ കിളിമാനൂരുള്ള എൻ്റെ സ്നേഹിതനായ ശ്രീ അജിത് കുമാർ, അദ്ദേഹം ISRO ഉദ്യോഗസ്ഥനും വളരെ മികച്ച ഒരു എഞ്ചിനീയറിംഗ് തല ഉള്ള ഒരു മനുഷ്യനാണ്. കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കി അതിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിനെ കാലാവസ്ഥയും പ്രകൃതിയെയും സൂര്യൻ്റെ ചലനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മരം കുഴിച്ചു വെക്കുന്ന പോലും സൂര്യൻ ഏത് ദിശയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾ സോളാർ ടണൽ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് വീടിന് വെളിച്ചം ഉണ്ടാക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ അദ്ദേഹം ചെയ്തെടുത്തു. ഇത് ഞാനൊന്ന് പകർത്തി നോക്കി. നേരത്തെ ഞാനിത് നമ്മുടെ പങ്ക്തിയിൽ അവതരിപ്പിച്ചതാണ് അദ്ദേഹം ചെയ്ത സോളാർ ടണൽ. അതായത് പുറത്തുനിന്നൊരു കുഴൽ വഴി വളരെ വ്യക്തമായി നല്ല ഭംഗിയുള്ള വെളിച്ചം, ആ വെളിച്ചം ഞാൻ മനുഷ്യനെ കണ്ണിന് ഏറ്റവും അനുയോജ്യമായ വെളിച്ചം, സൂര്യൻ്റെ വെളിച്ചം, ഇത് മുറിയിലെത്തിച്ചാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതേ വിദ്യ ഞാനും ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കൺസൾട്ട് ചെയ്യാതെ ചെയ്തുകൊണ്ട് പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെളിച്ചം വന്നു, പക്ഷേ അതിനോടൊപ്പം അസഹ്യമായ ചൂടും വന്നു. ഞാനിപ്പോൾ പുതുതായിട്ട് വെച്ച ചെറിയ വീട്ടിലാണ് ഇത് സംഭവിച്ചത്. എൻ്റെ ഒരു സഹപ്രവർത്തകനായ അരവിന്ദ്, അദ്ദേഹം കമ്പ്യൂട്ടർ എഞ്ചിനീയർ, അദ്ദേഹം ഇവിടെ വന്ന് എന്തോ കാര്യത്തിന് ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ സാറേ ആ മുറിക്കിൽ വലിയ ചൂട് കൂടുതലാണ്, എനിക്ക് തോന്നുന്നു ആ കുഴൽ വഴി വെളിച്ചം വരുന്നതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അത് അങ്ങനെ ശ്രദ്ധിക്കുന്നത്. അതുവരെ ഈ ചൂടിൻ്റെ കാരണം എന്താണെന്ന് ഞാനും നോക്കിയില്ല. അപ്പോൾ പിറ്റേ ദിവസം ഒരു ചാക്ക് കൊണ്ട് അതിൻ്റെ മൂടുവശം അടച്ചു കെട്ടി ഈ സോളാർ ടണലിൻ്റെ. അതോടെ മുറിക്കകത്തെ ചൂട് നിന്നു. അപ്പോൾ ഞാൻ ശ്രീ അജിത് കുമാറിനെ വിളിച്ചു. അദ്ദേഹം അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കുഴൽ വഴി നമ്മൾ വെളിച്ചകത്തേക്ക് വിടുമ്പോൾ മിനിമം ആ കുഴലിന് 10 അടിയെങ്കിലും ദൈർഘ്യം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ വെളിച്ചത്തോടൊപ്പം ചൂടും അകത്തേക്ക് വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അത് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാൻ ഞാൻ മെനക്കെട്ടില്ല എന്നാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഇത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഞാനിത് പറയുകയാണ്. ഇതൊന്നും മാത്രമല്ല, നിങ്ങൾ ഏത് സാങ്കേതികവിദ്യ എവിടുന്ന് കോപ്പി ചെയ്യുമ്പോഴും അത് ചെയ്ത ആളുകളോട് സംസാരിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ വേറൊരു കാര്യമുള്ളത്, ശ്രീ അജിത് കുമാർ സാർ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു പ്രത്യേക ഭാഗത്താണ് അദ്ദേഹം ഈ കുഴൽ വെച്ചിരിക്കുന്നത്. ഈ കുഴലിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം വീഴുന്നേ ഇല്ല. പക്ഷെ ഞാൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ നേരെ ഏകദേശം മധ്യത്തിലും അതുപോലെ തന്നെ ഒരു 12 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും വെയിൽ വീഴുകയും ചെയ്യുന്ന പോലുള്ളൊരു ഡയറക്ഷനിലാണ്. ഇവൻ രാവിലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് വീഴും, ഉച്ച കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്ത് മുഴുവൻ ഭാഗത്തും വീഴും. അപ്പോൾ ഈ കുഴൽ ചൂട് പിടിച്ച് തുടങ്ങാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ആ വശത്തൊരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ മറുവശമായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഇതിൻ്റെ വീടിൻ്റെ തെക്കുവശത്തായിരുന്നു ഈ കുഴൽ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഏത് സാങ്കേതികവിദ്യ അത് മിയാവാക്കി ആയാലും മറ്റെന്തെങ്കിലും ആണെങ്കിലും അത് നമ്മൾ നടപ്പിലാക്കുമ്പോൾ ആദ്യം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് പൂർണ്ണമായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങളോട് പറയുന്നത് ഇങ്ങനത്തെ മണ്ടത്തരം ഇനി നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്.